എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ തന്നെയാണ്. ഒന്ന് രണ്ട് പേരുടെ എക്സ്പീരിയൻസ്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആൾക്കാരെ മാധ്യമങ്ങൾ പബ്ലിക്കായിട്ട് വിചാരണ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ നമ്മുടെ മലയാളി മാധ്യമങ്ങൾ എത്ര പേര് അതിന് തയ്യാറാവും? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ചാൽ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാർക്ക് ഈ വിഷയം എത്തും. നമ്മുടെ നാട്ടിൽ ഈ സബ്സ്ക്രിപ്ഷൻ്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ അവരുടെ ജീവൻ വെടിഞ്ഞാൽ അവരുടെ മറ്റൊരു ഗൈഡ് ലൈൻ ഒന്നും ആരും നോക്കില്ല. സബ്സ്ക്രിപ്ഷനിൽ ശരീര പ്രദർശനം നടത്തിയിട്ട് അതൊരു വലിയ വിഷയമായി മാറി ആ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തെ വരെ അത് ബാധിച്ചു കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്തയാവും, സെൻസേഷൻ ആവും. ഈ സെൻസേഷൻ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സർക്കാരായിക്കോട്ടെ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളായിക്കോട്ടെ, ഇവരെല്ലാവരും ഇതിൽ അലേർട്ട് ആവത്തുള്ളൂ, നടപടികൾ ഉണ്ടാവത്തുള്ളൂ. അതുവരെയും ഇവരെന്ത് ചെയ്യും? മൗനമായിട്ടിരിക്കും. നമ്മളോടൊക്കെ വളരെ മാന്യമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. പക്ഷേ അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്ക് ആദ്യം വേദലക്ഷ്മി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റന്റ് ആണ്, കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റന്റ് ആണ്. വേദലക്ഷ്മി ഒരു കാര്യം പറയുന്നുണ്ട്. കർണാടകയിൽ ഒരു പെൺകുട്ടി, ഒരു എക്സ് BB കണ്ടസ്റ്റന്റ്, ഒരു ആക്ട്രസ്, ഒരു മോഡൽ, അത്രയും ലെവലിൽ പ്രസിദ്ധിയുള്ള ഒരു പെൺകുട്ടി സബ്സ്ക്രിപ്ഷനിൽ അവരുടെ വസ്ത്രം മാറ്റി കാണിച്ചതിൻ്റെ പേരിൽ പബ്ലിക്കായിട്ട് അവിടുത്തെ മാധ്യമങ്ങൾ അവരെ വിചാരണ ചെയ്യുകയാണ്. അതാണ് ഞാൻ ചോദിച്ചത്, നമ്മുടെ നാട്ടിൽ എത്ര മാധ്യമങ്ങൾ അതിന് തയ്യാറാവും? നമുക്ക് എന്തായാലും ലക്ഷ്മിക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേട്ടു നോക്കാം. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. സമൂഹത്തിൽ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ്. ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഈ 3 വിഭാഗം ആൾക്കാരെ ലക്ഷ്മി കോൾ ഔട്ട് ചെയ്തത്? ഇവരെ മാത്രം ഉദ്ദേശിച്ച് സംസാരിച്ചത്. കാരണം ഇവരെയാണ് ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്, ഇവരെയാണ് പല ആൾക്കാരും മാതൃകയാക്കുന്നത്. അല്ലാതെ ഒരു സാധാരണക്കാരി ഇത്തരം പരിപാടികൾ തുടങ്ങിയാൽ പെട്ടെന്നൊന്നും ആൾക്കാരിലേക്ക് എത്തില്ല. അതേസമയം ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഒരാൾ, ഫോർ എക്സാമ്പിൾ രേഷ്മ പി തങ്കച്ചൻ, സെലിബ്രിറ്റി ഇമേജ് ഉണ്ടെന്ന് അല്ലെങ്കിൽ സെലിബ്രിറ്റി ആണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ്. അവരൊരു വീഡിയോ ഇടുമ്പോൾ അത് പബ്ലിക്കിലേക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും. അത് ബാഡായിട്ട്, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. നിമിഷ ബിജോ, നിഷാന വ്ളോഗ്സ്, അപർണ, ഇങ്ങനെ ഒരുപാട് പേര്. മലയാളികളുടെ കാര്യം ഞാൻ പറയുവാണ്, എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. ഞാൻ മലയാളികളുടെ കാര്യം എടുത്ത് പറയണം. ഒരുപാട് കുട്ടികൾ ഇതിലേക്ക്, ഈ ഒരു ചതിയിലേക്ക് വീഴപ്പെടുകയാണ് ഇപ്പോൾ. മാത്രമല്ല ഇവരുടെ എല്ലാം ഫോട്ടോകൾ, ഇവരുടെ എല്ലാം വീഡിയോകൾ മറ്റു പല 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 സൈറ്റുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. പൈസയ്ക്ക് വേണ്ടി വിൽപ്പന ചരക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളുടെ ശരീരം മറ്റ് പല സൈറ്റുകളിലും ഇന്ന് വിൽപ്പന ചരക്കാണ്. 1000-ങ്ങൾക്കും 10,000-ങ്ങൾക്കും വിൽക്കാൻ വേണ്ടി ഇവരെ ശരീരങ്ങൾ വെച്ചേക്കാണ്, ശരീരങ്ങളുടെ ചിത്രങ്ങൾ വെച്ചേക്കാണ്. ഇത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ബാക്കിയേക്കാം. നമ്മുടെ നാട്ടിലുള്ള എത്ര മാധ്യമങ്ങൾ ഇതിന് തയ്യാറാവും? ഇതുപോലുള്ള ആൾക്കാർ, ഇപ്പോൾ രേണു ആയിക്കോട്ടെ, നിമിഷ ബിജോ ആയിക്കോട്ടെ, നിഷാന വ്ളോഗ്സ് ആയിക്കോട്ടെ, ഇവരെ പോലുള്ള ആൾക്കാർ, ഇത് 3 പേരുടെ കാര്യം ഞാൻ പറഞ്ഞത് ചുരുക്കമാണ്. ഹൻസിക, എത്ര പേര് ഹൻസികയുടെ ഇൻ്റർവ്യൂ എടുക്കുകയാണ്? അതാണ് തമാശ. ഇങ്ങനെ ഒരു മോശം ഇമ്പാക്ട് സമൂഹത്തിന് കൊടുക്കുന്ന വ്യക്തികളുടെ ഇൻ്റർവ്യൂ എടുത്ത് പബ്ലിഷ് ചെയ്യുവാണ്. പിന്നെ തുമ്പിക്ക് അവാർഡ് കൊടുക്കുകയാണ്. എന്തിൻ്റെ പേരിലാണ്? ഇവിടെ തുമ്പി എന്ത് മഹത് കാര്യമാണ് ചെയ്തിരിക്കുന്നത്? ആദ്യം നിർത്തേണ്ടത് ഇവർക്ക് കൊടുക്കുന്ന പ്രൊമോഷൻസ് ആണ്. ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഒരു വ്യക്തി സമൂഹത്തിന് കൊടുത്താൽ അവനെ വിളിച്ച് ഇൻ്റർവ്യൂ എടുത്തിട്ട് അവൻ്റെ കാര്യങ്ങൾ വിളമ്പുകയാണ്. ഇതിന് മുന്നേ വേറൊരു ഇൻ്റർവ്യൂ, പോൺ ആക്ട്രസ് 2 പേര്, ആ 2 പേര് അങ്ങോട്ട് ഇരുന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണ്, പോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. ഇതിലൂടെ എന്ത് മെസ്സേജ് അവർ പാസ് ചെയ്യുന്നത്? ഇപ്പോൾ ഹൻസിക ആയിക്കോട്ടെ, കഴിഞ്ഞ ദിവസം ആരോ ഒരാളുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു. അതിനകത്ത് അഹാന, ഇഷാനി, ദിയ, ഈ 3 പേരുടെയും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 27, 40, 60 ആ റേഞ്ചിലേ ഉള്ളൂ. പക്ഷേ ഹൻസികയുടെ കൗണ്ട് എന്ന് പറയുന്നത് 4000-ആണ്, 4000-ന് മേളിലാണ് ഇപ്പോൾ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ കൗണ്ട് എന്ന് പറയുന്നത്. രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ രേണു, അവരുടെ സബ്സ്ക്രിപ്ഷൻ കൗണ്ട് കഴിഞ്ഞ ദിവസം 3333, 3000-ന് അടുപ്പിച്ചേ ഉണ്ടായിരുന്നുള്ളൂ, 3000 എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് 3300-ന് മേളിലായിട്ടുണ്ട്. എന്തുകൊണ്ട്? അത്രമാത്രം ദാരിദ്ര്യമുണ്ടോ നമ്മുടെ നാട്ടിൽ? ഇവരെ മാധ്യമ വിചാരണ ചെയ്തതുപോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇത്തരം ആൾക്കാരെ പബ്ലിക്കായിട്ട് മാധ്യമ വിചാരണ ചെയ്യാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതൊന്ന് പൂട്ടിക്കെട്ടാൻ പറ്റുമോ, ഇതൊന്ന് നിർത്തിപ്പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എത്ര പേര് ഇവരെ നേരിട്ട് കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ നടക്കാറുണ്ട്? നിങ്ങൾ എത്ര പേര് വരെ നേരിട്ട് കണ്ടിട്ടുണ്ട്? രേഷ്മ പി തങ്കച്ചൻ ആയിക്കോട്ടെ, നിമിഷ ബിജോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ സംഭവങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ എത്ര പേര് നിങ്ങൾ കണ്ടിട്ട് പോയി ഹഗ് ചെയ്തിട്ടുണ്ട്? ഓരോരോ ഇനാഗുറേഷൻ ഇവരെ വിളിക്കുമ്പോൾ ആ ഇനാഗുറേഷന് പോയിട്ട് ഇവരെ കെട്ടിപ്പിടിച്ചൊന്ന് ഫോട്ടോ എടുക്കുന്നു, ഇവർക്ക് മുത്തം കൊടുക്കുന്നു, എന്തൊക്കെയാണ് കാണിക്കുന്നത്? എന്തേ അവിടെ നിങ്ങൾക്ക് ചോദിച്ചൂടെ? ഈ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ചോദിച്ചൂടെ, നിങ്ങൾ എന്ത് പരിപാടി കാണിക്കും, നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇവർ ഇനാഗുറേഷൻ വിളിക്കുന്ന ആൾക്കാർ ഇനാഗുറേഷൻ വിളിക്കുന്നത് നിങ്ങളുടെ കടയ്ക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയായിരിക്കും. പക്ഷേ അതിലൂടെ നിങ്ങൾ സൊസൈറ്റി കൊടുക്കുന്ന എന്ത് മെസ്സേജാണ്? തുണി പറിച്ച് ആടിയാലും അവർ ഫേമസ് ആണ്,
അവർക്ക് ഇനാഗുറേഷൻസ് കിട്ടും, അവർക്ക് പ്രോഗ്രാമുകൾ കിട്ടും. നിങ്ങൾ സൊസൈറ്റിക്ക് നെഗറ്റീവ് മെസ്സേജിലേ കൊടുക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആദ്യം നിർത്തേണ്ടത്. നമ്മളിവിടെ ഇത് ചെയ്യരുത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യരുതെന്ന് ഘോരം പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നേരിട്ട് കാണുമ്പോൾ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എങ്കിൽ ഈ പരിപാടി അവസാനിപ്പിച്ച് പോകും. അതല്ലാതെ അവർ വിധവയല്ലേ, അവർ 2 കുട്ടികളെ വളർത്താൻ വേണ്ടിയല്ലേ, അവർക്ക് 2 പെൺമക്കളല്ലേ, ഇങ്ങനെയാണ് ഓരോരുത്തരെക്കുറിച്ചും പല വ്യാഖ്യാനങ്ങളും വരുന്നത്, പല നരേഷൻസും അങ്ങനെയാണ് വരുന്നത്. മക്കളെ വളർത്താൻ വേണ്ടിയല്ലേ. കെട്ടിയോന്മാരാണ് വീഡിയോ എടുത്തു കൊടുക്കുന്നത്, കെട്ടിയോന്മാരാണ് ഇവരുടെയൊക്കെ പല ലൈവുകൾ മോണിറ്റർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കടുങ്കൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അവസാനം ഉണ്ടാവത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന അങ്ങനെയാണല്ലോ. ഒരു അത്യാഹിതം സംഭവിക്കണം, ഒരു കാര്യം നിർത്തലാവണമെങ്കിൽ അതുവരെ ആൾക്കാർ മൈൻഡ് ചെയ്യില്ല, അതുവരെ ഗവൺമെന്റ് സംവിധാനങ്ങൾ മൈൻഡ് ചെയ്യില്ല. ലക്ഷ്മിക്ക് പറയാനുള്ള ബാക്കിയേക്കാം. വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, എക്സ് BB കോntestant ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എത്ര കംപ്ലൈന്റ് കൊടുത്തു നമ്മുടെ നാട്ടിൽ? എത്ര കംപ്ലൈന്റ്? രേണുവിനെതിരെ തന്നെ എത്ര കംപ്ലൈന്റ് പോയിട്ടുണ്ട്. പക്ഷേ എന്ത് നടപടിയായിട്ടുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ അമ്പേ പരാജയമാണ്, പറയാതിരിക്കാൻ വയ്യ, അമ്പേ പരാജയമാണ്. അപ്പോൾ സമൂഹത്തിന് ഇവർ എന്ത് മെസ്സേജ് നെഗറ്റീവ് കൊടുത്താലും ഒരു പ്രശ്നമില്ല. ഇവരെ പോലെ ആരൊക്കെ തുണിപർ ചാടിയാലും ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഇവർക്കിതെല്ലാം പ്രശ്നമാവും. അപ്പോഴേ പ്രശ്നമാക്കൂ, അതുവരെ മൈൻഡ് ചെയ്യില്ല. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാർ പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യണേഴ്സ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. പക്ഷേ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എന്നെത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. കേട്ടല്ലോ, അതായത് നമ്മുടെ നാട്ടിൽ ഈ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോകൾ കണ്ടിട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൻസിക, പല ആൾക്കാരും പറയാറുണ്ട് നിങ്ങൾ എന്താ ഹൻസികയെ കുറിച്ച് പറയാത്തത്. ഹൻസിക ചെയ്തത് 100% തെറ്റ് തന്നെയാണ്, ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അഹാനയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു, അതിനകത്ത് അഹാന ഹൻസികനെ ന്യായീകരിക്കുകയാണ്. ഹൻസികയുടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾ എന്തായിരിക്കും വിചാരിക്കുക? ഹൻസികയ്ക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് വീട്ടുകാർ പോലും അറിയാതെ മുഖത്തൊരു മാസ്ക് ഇട്ടിട്ട് ഇവരുടെ ശരീരം കാണിച്ചുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. എന്തായിരിക്കും സംഭവിക്കുക? മുഖം പുറത്ത് കാണുന്നില്ലല്ലോ, ലക്ഷങ്ങളും കോടികൾ അക്കൗണ്ടിലേക്ക് വരുമായിരിക്കും. പക്ഷെ അങ്ങനെ ജീവിച്ചിട്ട് എന്ത് ഫലം, എന്ത് പ്രയോജനം? ഹൻസിക അത്രയും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി. ഞാൻ ശരിക്കും ഹൻസികയുടെ വീഡിയോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, വർക്കൗട്ട് വീഡിയോയോ എന്ത് മണ്ണാങ്കട്ടെ ആയിക്കോട്ടെ, പക്ഷെ അത് പബ്ലിക്കിൽ കിടുമ്പോൾ എന്താണ് കിട്ടുന്നത്? കിട്ടും, സബ്സ്ക്രിപ്ഷൻ കൗണ്ട് കൂടും. 3000 ആയിരുന്നു 4000 ആവുമായിരിക്കും, അല്ലെങ്കിൽ അത് 10000 ആവുമായിരിക്കും, ഇല്ലെങ്കിൽ ലക്ഷങ്ങളാവുമായിരിക്കും. പക്ഷേ മാനം വിട്ട് ജീവിക്കുന്നതിൽ നല്ലത് തെരുവിൽ ഭിക്ഷ എടുക്കുന്നതാണ്. അവർക്കുണ്ട് ഇതിനേക്കാൾ അന്തസ്സ്. ബാക്കിയേക്കാം. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിലെത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മളിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും, ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. ഇനി മറ്റൊരാൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ അവർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കുറച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. അവരുടെ പേരും നിമിഷ എന്നാണ്. നമുക്ക് അവരുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. അജിനാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഞാൻ മുൻപൊക്കെ അജിനെ ഒരുപാട് വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അജിൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും ഉണ്ട്, എന്നാൽ ഒപ്പോസ് ചെയ്യാനും ഉണ്ട്. നമുക്കൊന്ന് കേൾക്കാം. എല്ലാ നടിമാരുടെയും സബ്സ്ക്രിപ്ഷനെ പറ്റിയാണ് ആൾക്കാരുടെ ഒരു തിരിഞ്ഞു നോട്ടം. അതെ, അതിലിപ്പം രേണുസുതി, എനിക്കൊന്ന് രേണുസുതി ഒരു 10 വീഡിയോ സബ്സ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, 10ഉം ലീക്കായി. അപ്പൊ അതില് നിമിഷയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? സത്യത്തിൽ ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് അല്ലേ? എന്ത് നെഗറ്റീവ്? അതായത് ആൾക്കാർക്ക്
പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇതിന് വലിയൊരു തെറ്റായിട്ടുള്ളൊരു ആരോപണമുണ്ട്. ഇപ്പം തന്നെ നിമിഷയുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു നോക്കുന്ന ഞാൻ, മെസ്സേജ്, കോണ്ടാക്ട് നമ്പർ, അതിന് തൊട്ടിപ്പുറത്ത് സബ്സ്ക്രിപ്ഷൻ. അപ്പം ശരിക്കും നിമിഷ ഇടുന്നത് ഈ എക്സ്ക്ലൂസീവായിട്ടുള്ള ശരീരം കാണിച്ചുള്ള ഫോട്ടോസ് അല്ല. അതായത് നല്ലൊരു ഫോട്ടോ ഇടുന്നു, പക്ഷെ ആൾക്കാരെ ഒരു തെറ്റായ ചില മനുഷ്യരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എല്ലാ തുണി അഴിച്ച ഫോട്ടോ ഇടുന്നതാണ് സബ്സ്ക്രിപ്ഷൻ. അതെ അജിൻ, അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് ഇത്തരം ആൾക്കാരെ കുറിച്ചാണ്. ഇപ്പോൾ രേണു, അല്ലെങ്കിൽ നിമിഷ ബിജു, നിഷാന വ്ളോഗ്സ്, അപർണ, വേറെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഇവരുടെ പേരുകൾ മാത്രമേ എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുള്ളൂ. സ്ഥിരമായിട്ട് കേൾക്കുന്ന പേരുകൾ ഇവരുടെ ആയതുകൊണ്ടാണ്. പക്ഷേ ഇവർ മാത്രമല്ല, മലയാളികളായിട്ട് ഒരുപാട് പേര്. കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ ഞാൻ കണ്ടു, ഒരു ഇച്ചിരി പ്രായമുള്ളൊരു ലേഡിയാണ്. അവർ മുൻപ് ഈ ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഈ പറഞ്ഞ തുണിപറച്ചാട്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത്തരം വീഡിയോകളാണ് പുറത്തേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും സബ്സ്ക്രിപ്ഷനിൽ ഇത്തരം കണ്ടന്റുകളാണ് ഉള്ളത് എന്ന് ഒരു നെഗറ്റീവ് മെസ്സേജ് ഇവർ തന്നെ പബ്ലിക്കിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ അപർണ എന്ന് പറഞ്ഞ പെൺകുട്ടി മുഖമൊക്കെ മാസ്ക് ചെയ്ത് വന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പലതും ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി കാണണമെങ്കിൽ നിങ്ങൾ അവിടേക്ക് വരൂ കേട്ടോ എന്നും പറഞ്ഞാണ് പുറത്തേക്ക് വിടുന്നത്. രേണുവിനെടുത്തോ, രേണു എന്താ ചെയ്യുന്നത്? നേരെ ഒറിജിനൽ അക്കൗണ്ടിൽ വന്നിരുന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും. അപ്പം ഇവിടെ ഇത്രയും കാണിക്കാമെങ്കിൽ, ഇവിടെ ഇത്രയും കാണിക്കുമെങ്കിൽ, ഇവിടെ ഇത്രയും എക്സ്പോസ് ചെയ്യുമെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ ഇതിനപ്പുറം കാണുമെന്ന് വിചാരിച്ച ആൾക്കാർ എന്ത് ചെയ്യും? നേരെ അവിടേക്ക് പോകും. അങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഇത്രയും വൾഗറായിട്ട് ആൾക്കാർ കണ്ടു തുടങ്ങിയത്. അതേസമയം താര കല്യാൺ, സൗഭാഗ്യ വെങ്കടേഷ്, നമ്മുടെ ഋഷി, ഉപ്പുമുളകിൽ ഋഷിയുടെ വൈഫ്, ഇവരെല്ലാം ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പല പെയിൻറ്റിങ്ങുകളും പഠിപ്പിക്കാൻ. അങ്ങനെ അവരുടെ ടാലൻറ്റ് പല ടീച്ചേഴ്സും ഈ സബ്സ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നുണ്ട്, കാശ് മേടിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതേസമയം ഇവർ കൊടുക്കുന്ന നെഗറ്റീവ് കേൾക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഇവരെ മാത്രം ആൾക്കാർ കോൾ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരാരും പുറത്തേക്ക് ഇങ്ങനെ വരാറില്ല. എന്നാൽ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന ആൾക്കാർ പോലും പറയുന്നത് എന്താണ്? ഇവിടെ മറ്റേ പരിപാടി അല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവരുടെ ഗതികേടാണ്. സൗഭാഗ്യ ആയിക്കോട്ടെ, ഋഷിയുടെ വൈഫ് ആയിക്കോട്ടെ, ഇവരെല്ലാം പറഞ്ഞു തുടങ്ങി. ആ ചാനൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞ അവസാനത്തെ പോയിന്റ് അതാണ്, ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ പരിപാടി ഇല്ല കേട്ടോ എന്ന് പറയേണ്ടി വരുന്നത് അവരുടെ ഗതികേടാണ്. മനസ്സിലായോ? അപ്പോൾ അജിൻ പറഞ്ഞ കാര്യത്തിന് ഉത്തരം ഇതാണ്. ഇത്തരം നെഗറ്റീവ് മെസ്സേജുകൾ, നെഗറ്റീവ് വീഡിയോകളാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഈ പരിപാടിയാണ് എന്ന ഒരു ചിന്ത ആൾക്കാരിലേക്ക് വരുന്നത്. ബാക്കിയേക്കാം അതൊരു തെറ്റായിട്ടുള്ള ചിന്തയാന്നേ. അതൊക്കെ തോന്നാൻ കാരണം എനിക്ക് തോന്നുന്നത് രേണു സുധി ഇപ്പം വൈറലായ ഒരു വീഡിയോ ഏതായിരുന്നു? ഹൻസിക കൃഷ്ണ. ഈ ഹൻസിക കൃഷ്ണയുടെ ഉൾപ്പെടെ വീഡിയോ ഇറങ്ങിയപ്പം എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരും ഇത് തന്നെ ഇടുന്നത്. നമുക്ക് എല്ലാവരും അങ്ങനെ അളക്കാൻ പറ്റൂല. ഇല്ല. പക്ഷെ സത്യത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും അതിന്റെ ഇപ്പൊ എനിക്ക് ഒന്ന് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ഇതുപോലൊരു ചീത്തപ്പേരാണ് ഈ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. ഇതുപോലെയൊക്കെ പോസ്റ്റ് ചെയ്താൽ മാത്രമേ 4 ആൾക്കാർ കാണത്തുള്ളൂ. അല്ലെങ്കിൽ മാന്യമായ കണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ ആരും കാണത്തില്ല. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ കളിയാക്കും, നമ്മൾ ചർച്ച നടത്തും. ഒരു സബ്സ്ക്രിപ്ഷന് പല പൈസയാണ്, 299 രൂപ, 399 രൂപ, 299 രൂപ. ഇത് കാണാൻ ആളുകളുണ്ട്. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം ഈ കേരളത്തിലുണ്ടോ? അജിന് എന്തെങ്കിലും കുറിച്ച് അഭിപ്രായം? ഇത് കണ്ടിട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ട ഉടനെ ഓടിപ്പോയിട്ട് 390 ആയിക്കോട്ടെ, 180 ആയിക്കോട്ടെ, 290 ആയിക്കോട്ടെ, എത്ര രൂപയാണെങ്കിലും കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പരിപാടി ഉള്ളതുകൊണ്ടല്ലേ, ഈ പറഞ്ഞ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടല്ലേ. ഉണ്ടാവും. 390 രൂപ എത്ര ബിരിയാണി കഴിക്കാം? മിനിമം 2 ബിരിയാണി കഴിക്കാം. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും എത്ര കുടുംബങ്ങളിൽ ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്ത ആൾക്കാരുണ്ട്, അലയുന്നുണ്ട് അല്ലേ? ആ പൈസയാണ് ഇവിടെ ഇവളുമാരെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി കൊണ്ടിട്ട് കൊടുക്കുന്നത്. ബാക്കിയേക്കാം. ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടൊന്നും എന്തെങ്കിലും ഒരു ചേതോ വികാരം എന്തായിരുന്നു? നിമിഷ, ഞാൻ ഒരു തെറ്റ് ചെയ്താൽ എന്റെ കൂടെയുള്ള എല്ലാവരും തെറ്റുകാരനാണ് മുദ്ര കുത്തുന്നത് ശരിയല്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് അറപ്പാണ് തോന്നുന്നു പറയും, ഛർദ്ദിക്കാൻ വന്നെന്ന് പറയും. പ്രത്യേകിച്ച് രേണുവിൻ്റെ വീഡിയോ ശരിക്കും ഞാൻ കണ്ടില്ല കേട്ടോ. സീരിയസ്ലി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ രേണുവിൻ്റെ വീഡിയോ കണ്ടില്ല. എന്നോട് എനിക്കൊന്ന് വിവിയാണോ മനുവാണോ അറിയില്ല. ഈ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഫേസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു. കാരണം വൊമിറ്റ് ചെയ്യാൻ തോന്നി, അത്രയും അറപ്പായിപ്പോയി. ഞാൻ നല്ലവനാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അത് അമ്മാതിരി ഒരു വീഡിയോ ആയിരിക്കും തോന്നി. അവർ പറഞ്ഞു കേട്ടത് വെച്ചിട്ടും ഇവരുടെ ഫേസ് തുടക്കത്തിൽ കണ്ടപ്പോഴും ആ ഒരു വ്യക്തിയെ വെറുത്തു എന്ന് പറഞ്ഞാൽ അങ്ങ് എക്സ്ട്രീം ലെവൽ വെറുത്തുപോയി. ആ വെറുപ്പ് അവരായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഒരു സമയത്ത് അവരെ സ്നേഹിച്ചിരുന്ന പലരും ഇന്ന് അവരെ വെറുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കമൻറ്റ് കണ്ടു, ഷാരിക്കയുടെ ഒരു കമൻറ്റ്. ഇവരുടെ കമൻറ്റ് ബോക്സാണെന്ന് തോന്നുന്നു, എനിക്കത് ഒരാൾ അയച്ചു തന്നെയാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോരെയാണെന്നും പറഞ്ഞിട്ട്. എന്താണ് ഷാരിക അതുവഴി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
അതായത് ഈ വീഡിയോ ലൈവ് പോയ വീഡിയോ ലീക്കായല്ലോ, ഈ ലീക്കായതിന് ശേഷമാണ് ശാരിക മെസ്സേജ് അയക്കുന്നത്, ആ കമൻറ്റ് അയക്കുന്നത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോരുകയാണോ? ശരിക്കും ശാരിക അങ്ങനെയാണോ ജീവിക്കുന്നത്? രേണു ജീവിക്കുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് അവിടെ ശാരികയുടെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണോ ശാരിക ജീവിക്കുന്നത്? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരാളെ എൻകറേജ് ചെയ്യുമ്പോൾ ഞാനും അത് ചെയ്താണോ ജീവിക്കുന്നതെന്ന് ചിന്തിക്കണം. അപ്പം നമ്മൾ മറ്റേ പുണ്യാളത്തി പതിവ്രത, പക്ഷെ മറ്റൊരു തോന്നിയ പോലെ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഉളുപ്പുണ്ടോ? നാണമുണ്ടോ? രേണു ചോദിക്കുന്ന ചോദ്യമാണ്, നാണമുണ്ടോ? അതെനിക്ക് അങ്ങോട്ട് ചോദിക്കാവുള്ളൂ. ഇതിലും ഭേദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭിക്ഷ എടുക്കാൻ പോകുന്നതാണ്. ബാക്കിയൊക്കെ തെറ്റല്ല. എന്ത് വികാരമാണ് ഇതുപോലുള്ള വീഡിയോസ്? നമുക്ക് ഒരുപാട് സൈറ്റ് ഉണ്ടല്ലേ ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് നന്നായി കാണാനുള്ള സൈറ്റ് ഉണ്ട്. അപ്പം എവിടെയെങ്കിലും ചെറുതായിട്ടൊക്കെ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് വല്ലതും ആകുക, എസ്പെഷ്യലി പെൺപിള്ളേർ ഇതുപോലുള്ള അവിടെയും ഇവിടെയും എങ്ങും തൊടാത്ത ചില ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് കണ്ടതുകൊണ്ട് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ്? ഒന്നുമില്ല, അതിനകത്ത് എന്തോ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എന്തിനാണ് ഇത്ര ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്? അതാണ് നമ്മൾ സംസാരിച്ച വലിയൊരു കാര്യം. ഇന്ന് ഇപ്പം ഒരു പെൺകുട്ടി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ 399 രൂപയാണെങ്കിൽ 1000 പേര് പൈസ അടച്ച് കാണുന്നുണ്ട്. അതെ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇവരെ കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തോ അതിലുണ്ടല്ലോ. അതെ, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പൈസ അടയ്ക്കുന്നത്. ഇപ്പൊ 399 രൂപ എന്ന് പറയുമ്പോൾ 1500 പേരൊക്കെ ഹൻസിക കൃഷ്ണയുടെ സബ്സ്ക്രിപ്ഷൻ ചാനൽ 11 4000 ആയി. 1500 പണ്ട് 4000 സംതിങ് എന്താണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ നോക്കിയപ്പോൾ 4000 സംതിങ് സബ്സ്ക്രൈബേഴ്സാണ് ഹൻസികയ്ക്കുള്ളത്. രേണുവിനെയും അഹാനെയൊക്കെ കടത്തി വെട്ടി. അഹാനൊന്നും അല്ല ഇപ്പോൾ, മനസ്സിലായില്ലേ? അത് ഈ വീഡിയോ ഇറങ്ങിയ ശേഷമാണ് 4000 സംതിങ് ആയത്. അവരുടെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ്. നാണം കെട്ടും കാശുണ്ടാക്കിയാൽ നാണക്കേടാ കാശ് മാറ്റും എന്നൊരു പഴമൊഴിയുണ്ട്. അതൊക്കെയാണ് ഇവരൊക്കെ ഒരു എന്താ പറയുക മോട്ടോ ആയിട്ട് എടുത്തേക്കുന്നത്. എത്ര നാണം കെട്ടാലും പ്രശ്നമില്ല, കാശ് വന്നാൽ മതി. കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, കിച്ചു രേണുവിനോട് പറഞ്ഞ് വിലക്കിയിട്ടുണ്ടായിരുന്നു, അമ്മ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഇവരുടെ ഉടക്കിനൊക്കെ ശേഷം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ രേണു മറുപടി കൊടുത്തതെന്താണെന്നറിയോ? എനിക്ക് നിർത്താൻ പറ്റത്തില്ല, പൈസ ഉണ്ടാക്കണം എന്നാണ് രേണു മറുപടി കൊടുത്തത്. മനസ്സിലായോ? അപ്പോൾ കിച്ചു പറയാഞ്ഞിട്ടല്ല, കിച്ചു പറയുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ പേര് നശിപ്പിക്കില്ല എന്ന രീതിക്ക് അവൻ പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമോ? അവന് ഒരാളെ തല്ലി പഠിപ്പിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അതൊന്നും വെക്കുന്നില്ല. എനിവേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ എവിടെ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.